വെക്കേഷൻ ട്രെയിനിങ് മൊഡ്യൂളിലെ സോൾഡറിംഗ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ സൂചിപ്പിച്ച പോലെ തന്നെ സോൾഡറിംഗ് എന്ന് പറയുന്ന പ്രക്രിയയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. സോൾഡറിംഗ് എന്ന് പറയുമ്പോൾ അതിപ്രധാനമായി രണ്ട് എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ ഇന്നിവിടെ പഠിക്കേണ്ടത്. അതായത് സോൾഡറിംഗ് അയൺ എന്ന് പറയുന്ന ഈ ഉപകരണവും കൂടാതെ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഈ സോൾഡർ, ലെഡും ടിന്നും ഉപയോഗിച്ചുണ്ടാക്കുന്ന ഈ മെറ്റലിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. സോൾഡറിങ്ങിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് PCB, അതായത് പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡ് എന്നാണ് അതിന് പറയപ്പെടുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ഒരു കോപ്പർ ക്ലൈഡ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ. ഇതിൻ്റെ ഒരു ഫൈബർ ഗ്ലാസിന് മുകളിലായിട്ട് ഒരു കോപ്പർ മോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ കോപ്പറിലാണ് നമുക്ക് ആവശ്യമുള്ള സർക്യൂട്ട്സ്, അതായത് ഒരു PCBയിൽ നമുക്ക് ആവശ്യമുള്ള സർക്യൂട്ട്സ് വരച്ചെടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പ്രതലത്തിലാണ് നമുക്കൊരു ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ PCB പ്രധാനമായിട്ടും പറയുന്നത് 3 തരത്തിലാണ് നമ്മൾ PCB അതിപ്രധാനമായിട്ടും പറയുന്നത്. സിംഗിൾ ലെയർ PCB, ഡബിൾ ലെയർ PCB, മൾട്ടി ലെയർ PCB. നമ്മൾ ഇവിടെ കാണുന്നതാണ് ഒരു സിംഗിൾ ലെയർ PCB. അതായത് ഇതിൻ്റെ ഒരു പ്രതലത്തിൽ മാത്രമേ നമ്മൾ ഈ കാണുന്ന മാതിരിയുള്ള ഡയഗ്രാംസ് അല്ലെങ്കിൽ ഈ സർക്യൂട്ട്സ് ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതിൻ്റെ മറ്റേ പ്രതലത്തിലും, അതായത് നമ്മളിതാ ഇവിടെ കാണുന്ന മാതിരി ഇതിൻ്റെ 2 പ്രതലങ്ങളിലും സർക്യൂട്ട്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ഡബിൾ ലെയർ PCBs എന്ന് പറയുന്നത്. മൾട്ടി ലെയർ PCBs എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന സർഫസിനുള്ളിൽ ഇതിൻ്റെ ഇന്നർ ഭാഗങ്ങളിൽ നമ്മൾ ഈ 2 ഭാഗത്തും കണ്ട മാതിരി ഒരുപാട് 1, 2 അല്ലെങ്കിൽ 3 സർക്യൂട്ട്സ് ഈ PCBസിൻ്റെ ഈ ഒരു പ്രതലങ്ങൾ ഉണ്ടായിരിക്കുന്നതിനെയാണ് മൾട്ടി ലെയർ PCBs എന്ന് പറയുന്നത്. നമ്മൾ PCB എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടതുണ്ട്. അതായത് ഒരു PCB പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡിൽ പ്രധാനമായിട്ടും നമ്മൾ ഈ കുറേ ലൈൻസ് ഇതാ ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു ലൈൻസ്. ഈ ലൈൻസിനെയാണ് നമ്മൾ ട്രാക്സ് എന്ന ടെക്നിക്കൽ വേർഡ് കൊണ്ട് മീൻ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഹോൾസ്, അതായത് സിൽവർ മൗണ്ടഡ് ആയി കാണുന്ന കുഞ്ഞു കുഞ്ഞു ഹോൾസിനെയാണ് നമ്മൾ പാഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സിൽവർ മൗണ്ടഡ് അല്ലാണ്ട് കാണുന്ന കുഞ്ഞു ഹോൾസ്, ഈ PCBയിൽ തന്നെ വേറെയും കുറേ ഹോൾസ് ഉണ്ട് വ്യത്യസ്തമായിട്ടുള്ള. ഈ ഹോൾസിനെയാണ് നമ്മൾ വയാസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ, ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ട്രാക്സ് നമ്മൾ ഈ കാണുന്ന പല കമ്പോണൻസും ഇതിനകത്ത് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ് PCB എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഈ PCBയുടെ കമ്പോണൻസ്, അതായത് നമ്മൾ ഓരോ പാഡ്സിലും കണക്ട് ചെയ്ത് വെക്കുന്ന PCB കമ്പോണൻസിനെ പരസ്പരം കണക്ട് ചെയ്യുന്നത് ഈ ട്രാക്സ് എന്ന് പറയുന്ന ഈ സർക്യൂട്ട് വഴിയാണ്. കൂടാതെ ഈ പാഡ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കമ്പോണൻ്റ്, അതായത് കമ്പോണൻ്റ് ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്ത് വയ്ക്കാൻ ഉപകരിക്കുന്ന ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ഈ പാഡ് എന്ന് പറയുന്നത്. വയാസിനും അതിൻ്റേതായിട്ടുള്ളൊരു ഫങ്ഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ ഡബിൾ ലെയർ ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ മേളിലത്തെ പ്രതലത്തിൽ നിന്നും തൊട്ട് താഴത്തെ, അതായത് ഈ സൈഡിലുള്ള പ്രതലത്തിലേക്ക് കണക്ഷൻ കൊണ്ടുപോകുന്ന ഒരു വഴി, ഈ സർക്യൂട്ട് തന്നെയാണ്, ട്രാക്ക് തന്നെയാണ് ഒരു വഴി. ആ വഴിയാണ് നമ്മൾ വയാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മളിന്നിവിടെ അതിപ്രധാനമായ 2 സോൾഡറിങ് എക്യുപ്മെൻറ്റിനെയാണ് നമ്മളിന്നിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഒന്ന് ബേസ് മോഡൽ ഓർഡിനറി ആയിട്ട് കാണുന്ന സോൾഡറിങ് അയൺ, രണ്ടാമത് കുറച്ചുകൂടെ ഹൈടെക് ആയിട്ട്, അതായത് നമുക്ക് വളരെ ഇപ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോൾഡറിങ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സോൾഡറിങ് അയൺ. നമ്മൾ ഈ കാണുന്നതാണ് ഒരു ബേസ് മോഡൽ സോൾഡറിങ് അയൺ എന്ന് പറയുന്നത്. കൂടാതെ തന്നെ നമ്മളിതാ ഈ കാണുന്നതാണ് സോൾഡറിങ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സോൾഡറിങ് അയൺ. ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിരുന്നാൽ, നമ്മളിപ്പോൾ കോമ്പണൻസിനൊക്കെ PCBയിലോട്ട് സോൾഡർ ചെയ്യുമ്പോൾ ചില കോമ്പണൻസിന് കുറച്ച് ഹീറ്റ് മതിയാവും സോൾഡർ ചെയ്യാനായിട്ട്, ചിലതിന് കൂടുതൽ വേണം. അപ്പോൾ നമുക്ക് ഓർഡിനറി സോൾഡറിങ് അയണാണെങ്കിൽ ഇതൊന്നും പറ്റില്ല. നമുക്ക് സോൾഡറിങ് സ്റ്റേഷൻ പോലുള്ള നമുക്ക് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെൻ്റ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇതെല്ലാം പറ്റും. ഇത് തന്നെയാണ് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന മാതിരി സോൾഡറിങ് സ്റ്റേഷനിൽ കുറച്ച് പ്രത്യേകതകൾ കൂടുതലാണ്. നമ്മൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടാനും അതുമാതിരി തന്നെ ടെമ്പറേച്ചർ കുറയ്ക്കാനും ഒക്കെ പറ്റും. സോൾഡറിങ് സ്റ്റേഷനാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഹൈടെക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ സോൾഡറിങ് അയൺ എന്ന് പറയുന്നത്. സോൾഡറിങ് അയണിൻ്റെ പ്രധാന ഭാഗങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന മാതിരി സോൾഡറിങ് സ്റ്റേഷൻ, പിന്നെ നമ്മളിതാ ഈ കാണുന്ന മാതിരിയുള്ള ഒരു സോൾഡറിങ് അയൺ, പിന്നെ ഇതിൻ്റെ സോൾഡറിങ് ടിപ്പ് അല്ലെങ്കിൽ സോൾഡറിങ് പിൻ എന്ന് പറയുന്ന പോർഷൻ, പിന്നെ കൂടാതെ ഈ സോൾഡറിങ് അയൺ ഹോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോൾഡറിങ് സ്റ്റാൻഡ്, പിന്നെ ഇതിൻ്റെ ഈ നമ്മൾ സോൾഡറിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിന്നിൽ വരുന്ന വേസ്റ്റേജ് ഒക്കെ കളയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സ്പോഞ്ച്, കുഞ്ഞു സ്പോഞ്ച്. ഇത്രയുമാണ് സോൾഡറിങ് അയൺ എന്ന് പറയുന്ന പോർഷനിൽ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമ്മൾ കമ്പോണൻ്റായിട്ട് കുറേ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഫില്ലർ മെറ്റീരിയൽ ആയിട്ടുള്ള ഈ സോൾഡറിങ് ടിന്നും ലെഡും യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഫില്ലർ മെറ്റീരിയൽ, അതാണ് നമ്മൾ ഈ കാണുന്ന ഈ സാധനം. സോൾഡറിങ്ങിൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് മാതിരി സോൾഡറിങ് അയൺ, PCBs ഇവ കൂടാതെ കുറച്ചധികം ടൂൾസും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത് ഈ കാണുന്ന ഫ്ലക്സ് എന്ന് പറയുന്ന ഒരുതരം പേസ്റ്റ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറയുന്ന നമ്മുടെ PCBസിൽ, അതായത് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്സിലെ പാഡ് ഉണ്ടല്ലോ, ഈ പാഡിൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്ന കമ്പോണൻസ്, ഇതിലൊക്കെ ഉള്ള മെറ്റലിൽ അഴുക്കുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ അഴുക്കിനാണ് നമ്മൾ ഓക്സൈഡ് എന്ന് പറയുന്നത്. ഈ ഓക്സൈഡ് അഥവാ ഈ അഴുക്കിനെ കളയാൻ ഉപയോഗിക്കുന്ന ഒരു എന്താ പറയുക, ഒരു പേസ്റ്റാണ് ഈ കാണുന്ന ഫ്ലക്സ്. നമ്മൾ ഈ അഴുക്കുകളെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലക്സ് ഈ നമ്മൾ സോൾഡറിങ് നടക്കുന്ന ടൈമിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതിന് കൂടാതെ വരുന്ന വേറെ കുറേ ടൂൾസ് ഉണ്ട്. അതായത് നമ്മൾ ഈ ആദ്യം കാണുന്ന വയർ സ്ട്രിപ്പർ. ഈ വയർ സ്ട്രിപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചിരുന്നാൽ, നമ്മൾ ഈ വയറിന് പുറത്ത് കാണുന്ന, അതിനുള്ളിൽ ഒരു മെറ്റലും അതിന് പുറത്തൊരു ഷീത്തുമായിട്ടാണ് നമ്മൾ വയർ കാണപ്പെടുന്നത്. ഈ വയറിന് പുറത്ത് കാണുന്ന ഷീത്തിനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വയർ സ്ട്രിപ്പർ ഉപയോഗിക്കുന്നത്. കൂടാതെ നമ്മൾ ഈ കാണുന്ന വയർ കട്ടർ, ഈ വയർ കട്ടർ നമ്മൾ സ്വാഭാവികമായിട്ടും വയർ കട്ട് ചെയ്തെടുക്കാനും, ഈ കാണുന്നത് ട്വീസർ എന്ന് പറയുന്ന എക്യുപ്മെൻറ്റ്, അതായത് നമ്മൾ ദൂരെ കമ്പോണൻസിനൊക്കെ എടുത്ത് ഫിക്സ് ചെയ്യാൻ, പിക്ക് ചെയ്യാനൊക്കെയാണ് നമ്മൾ ഈ ട്വീസർ ഉപയോഗിക്കുന്നത്. അടുത്ത ടൂൾ ആണ് നമ്മൾ ഈ കാണുന്ന നോസ് പ്ലെയർ. അതായത് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്, നമ്മൾ പാഡിനുള്ളിലോട്ട് ഇൻസെർട്ട് ചെയ്ത സോൾഡർ ചെയ്ത് വയ്ക്കുന്ന കമ്പോണൻസിൻ്റെ അതിൻ്റെ അടിഭാഗം, അതായത് അതിൻ്റെ അഗ്രഭാഗം വളച്ച് നമ്മൾ വേണ്ട രീതിയിൽ മോൾഡ് ചെയ്ത് വയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ നോസ് പ്ലെയർ ഉപയോഗിക്കുന്നത്. സോൾഡറിങ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രക്രിയ, അതായത് ഈ സോൾഡർ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് വെറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ സോൾഡറിങ് ചെയ്യുന്ന PCB, അതായത് പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൻ്റെ പാഡിലോട്ട് നമ്മൾ ഈ കോമ്പണൻറ്റ് ഇൻസേർട്ട് ചെയ്തിട്ട് ഫ്ലക്സും നമ്മൾ ഈ സോൾഡർ എലമെൻ്റൊക്കെ കൊടുത്ത് ആവശ്യത്തിന് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ഇഴുകിച്ചേരുന്ന, അതായത് യോജിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്.
ആ പ്രക്രിയയാണ് വെറ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് നമ്മൾ സോൾഡറിങ് എന്താണെന്ന് പഠിച്ചു, അതെങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ പഠിച്ചു. ഇനി അത് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇത് എങ്ങനെയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ഈ സോൾഡറിങ് അയണിനെയും നമ്മുടെ സേഫ്റ്റിയൊക്കെ നമുക്ക് എങ്ങനെ ക്ലിയർ ഔട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അതിൽ അതിപ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, സോൾഡറിങ് ചെയ്യുമ്പോൾ എപ്പോഴും അതിൻ്റെ ടെമ്പറേച്ചർ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ 260 to 280 ഡിഗ്രി സെൽഷ്യസിനുള്ളിൽ മാത്രമേ സോൾഡറിങ് ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ ഹീറ്റ് ഉണ്ടാവാൻ പാടുള്ളൂ. അതിനായിട്ടാണ് സുപ്രധാനമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സോൾഡറിങ് സ്റ്റേഷൻ ഉപയോഗിക്കുന്നത്. അതിൽ നമുക്ക് വ്യക്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, 260 ആണോ അല്ലെങ്കിൽ 280 ആണോ. എന്തിനാണ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ PCBയിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്ന കമ്പോണൻസിന് നമ്മൾ അധികമായിട്ട് കൊടുക്കുന്ന ഹീറ്റ് താങ്ങാൻ പറ്റിയെന്ന് വരില്ല, അത് ഒരുപക്ഷെ നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമ്മൾ അതിനാവശ്യമുള്ള ഹീറ്റ് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതിനായിട്ടാണ് 260 to 280 ഡിഗ്രി സെൽഷ്യസ് മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നത്. കൂടാതെ നമ്മൾ നേരത്തെ കണ്ട മാതിരി ഈ കാണുന്ന സോൾഡറിങ് സ്റ്റാൻഡിൽ കാണുന്ന സ്പോഞ്ചിൽ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സോൾഡറിങ് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ വേസ്റ്റേജ് കളയുമ്പോൾ ആവശ്യത്തിന് ആ വേസ്റ്റേജൊക്കെ കളഞ്ഞു പോവുള്ളൂ, മാറിപ്പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ വെള്ളമില്ല എങ്കിൽ ആ സ്പോഞ്ചുമായിട്ട് ഹീറ്റായിരിക്കുന്ന ആ ഒരു അയണിൻ്റെ ടിപ്പ് ഉരുകി ചേർന്ന് അത് കൂടുതൽ വഷളാവാൻ സാധ്യതയുണ്ട്. അതിപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, അതായത് ടിന്നിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ കുറച്ചു മുമ്പേ ഓക്സിഡേഷനെ കുറിച്ച് പറഞ്ഞു, അതായത് ഫ്ലക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഈ സോൾഡറിങ് കഴിഞ്ഞിട്ട് എത്രയൊക്കെ നമ്മൾ ഫ്ലക്സ് യൂസ് ചെയ്ത് ഓക്സിഡേഷൻ ചെയ്തിരുന്നാൽ പോലും സോൾഡറിങ്ങിൻ്റെ ടിപ്പിൻ്റെ അഗ്രഭാഗത്തായിട്ട് കുറച്ചൊക്കെ അഴുക്കുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ നമ്മൾ സോൾഡർ കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് നമ്മൾ നേരത്തെ കണ്ട മാതിരി കുറച്ചൊരു സോൾഡറിങ് മെറ്റീരിയൽ എടുത്തിട്ട് ഇതിൻ്റെ അഗ്രഭാഗത്തായിട്ട് കുറച്ചൊന്ന് ഹീറ്റ് അപ്ലൈ ചെയ്ത് കുറച്ച് ടിന്നെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ കണ്ട മാതിരി സ്പോഞ്ചിൽ ഇതിൻ്റെ വേസ്റ്റേജ് കളഞ്ഞതിന് ശേഷം ഓഫ് ചെയ്ത് കൃത്യമായിട്ട് ആ സ്റ്റേജിൽ തന്നെ സൂക്ഷിക്കുക. എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മൂലം ഇതിൽ വന്നേക്കാവുന്ന അഴുക്കുകളുടെ സാധ്യത കുറഞ്ഞു കിട്ടും. നമ്മൾ അത്രയ്ക്കൊന്നും അഴുക്കുകൾ ഇതിൽ വരാണ്ടിരിക്കും. അതുതന്നെയാണ് നമ്മൾ ഈ ടിന്നിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന പ്രോസസ്സാണ് തെർമൽ ലിങ്കേജ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു PCBയിൽ നമ്മൾ ഈ പാഡിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന കമ്പോണൻസും നമ്മൾ ഫ്ലക്സും ഈ സോൾഡറിങ് മെറ്റീരിയലൊക്കെ ഇൻപുട്ട് ചെയ്ത് അപ്ലൈ ചെയ്ത് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഈ സോൾഡർ അയൺ നമ്മൾ അതിനകത്തോട്ട് സോൾഡർ ചെയ്യാൻ വയ്ക്കുമ്പോൾ, അതായത് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കമ്പോണൻറ്റിൻ്റെ മെറ്റലും ഈ പാഡും തമ്മിൽ നമ്മൾ ഈ സോൾഡറിങ് ടിപ്പ്, അതായത് സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് മാക്സിമം ലിങ്കേജ് അഥവാ ഒരു ബന്ധം, മാക്സിമം കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ആവശ്യത്തിന് ഹീറ്റ് അതിലോട്ട് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ഈ പ്രോസസ്സിനെയാണ്, അതായത് ഈ ലിങ്കേജ് എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യത്തിന് ലിങ്ക് കൊടുക്കുന്ന ഈ പ്രോസസ്സിനെയാണ് തെർമൽ ലിങ്കേജ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് അതിപ്രധാനമായിട്ടും നമ്മൾ ഒരു സോൾഡറിങ് അയൺ അല്ലെങ്കിൽ സോൾഡറിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സൂക്ഷ്മമായ കാര്യങ്ങൾ. ഇത്രയും നേരം നമ്മൾ എങ്ങനെ സോൾഡർ ചെയ്യാം, അല്ലെങ്കിൽ സോൾഡർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അത് എങ്ങനെയൊക്കെ ചെയ്തുകൂടാ എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തോന്നാം ഈ കമ്പോണൻറ്റ് നമുക്ക് ഇങ്ങനെയല്ല വയ്ക്കേണ്ടത്, അത് മാറ്റിയാണ് വയ്ക്കേണ്ടത്, ഇവിടെ അല്ല ആ കമ്പോണൻറ്റ് പ്ലേസ്. ചിലപ്പോൾ നമുക്ക് ആ സോൾഡറിങ് ഇളക്കേണ്ടി വരും. ആ പ്രോസസ്സിനെയാണ്
ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിനെയാണ് ഡീസോൾഡറിങ് പമ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് ഡീസോൾഡറിങ് പമ്പ്. നമ്മൾ ആവശ്യത്തിന് സോൾഡറിങ് വേണ്ടാത്ത അവസരങ്ങളിൽ നമുക്ക് ഈ എക്യുപ്മെൻറ്റ് ഉപയോഗിച്ച് നമുക്ക് സോൾഡറിങ് ചെയ്തു വച്ചേക്കുന്ന സോൾഡറിങ് നമുക്ക് ഇളക്കാവുന്നതാണ്, അതായത് നീക്കം ചെയ്യാവുന്നതാണ്. ഇത്രയുമൊക്കെ ചെയ്തിട്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ സോൾഡറിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ PCBയിൽ ധാരാളം ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഇരിക്കാൻ സാധ്യതയുണ്ട്. അതായത് ഫ്ലക്സിൻ്റെയും ബാക്കി സോൾഡർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹീറ്റൊക്കെ മുഖാന്തരം ഒരുപാട് ഡസ്റ്റും അതുമാതിരി തന്നെ ഒരുപാട് അഴുക്കുകൾ ഇതിനുള്ളിൽ ഈ സോൾഡർ ചെയ്യുന്നതിന് ചുറ്റും വന്ന് പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് കളയാനായിട്ട് നമ്മളൊരു ചെറിയ സൊല്യൂഷൻ യൂസ് ചെയ്യും. ആ സൊല്യൂഷൻ്റെ പേരാണ് IPA, അതായത് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന നമ്മൾ ഈ കാണുന്ന സൊല്യൂഷൻ ലിക്വിഡ്. ഇത് യൂസ് ചെയ്ത് നമ്മളൊരു PCBന്മേൽ ഈ ലിക്വിഡ് ആവശ്യത്തിന് മാത്രം എടുത്ത് നമ്മൾ ഈ ബ്രഷ് കൊണ്ട് നമ്മൾ മാക്സിമം ഈ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആ ക്ലീനിങ് നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി സോൾഡറിങ് കഴിഞ്ഞതിന് ശേഷം ഫ്ലക്സിൻ്റെയൊക്കെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ PCB കൊണ്ടുണ്ടാക്കുന്ന ഉപകരണത്തിന് ഒരുപാട് ഈട് നൽകും, ഒരുപാട് ഗ്യാരണ്ടി നൽകുന്നു. ഇത്രയും സമയം നമ്മൾ സോൾഡറിങ് എങ്ങനെ ചെയ്യാമെന്നും അത് എത്ര ശ്രദ്ധാപൂർവം ചെയ്യണമെന്നും ഏതൊക്കെ രീതിയിൽ ചെയ്യരുതെന്നും പഠിച്ചു കഴിഞ്ഞു. അത് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.